एक सुप्रभात भी देखने के लिए मिलने के लिए प्रभु ने अवसर दिया। इसी कारण मैं मसीह को धन्यवाद देता हूँ। നമുക്ക് ഈ കൂട്ടായ്മ ആചരിപ്പാനും ദൈവ വചനം കേൾപ്പാനും കർത്താവിനെ സ്തുതിക്കുവാനും ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയതായ ദേവദാസൻ പാസ്റ്റർ തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. हमें ऐसी सुंदर हित वचन सुनने के लिए और मसीह में से अनुग्रह प्राप्त करने के लिए ऐसे प्रकार की एक प्लेटफॉर्म तैयारी किया हमारा थॉमसन पास्टर के लिए मैं मसीह की नाम में नमस्कार कर रहा है. സഭ വളരെ പ്രതിസന്ധികളിലൂടെയും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായ ഒരു കാലഘട്ടത്തിലൂടെ അത്രേ ഇപ്പോൾ കടന്നു പോകുന്നത്. हमारा मंडली मसीही मंडली इतनी क्लेश शोक हाल से बीत रहा है, चल रहा है. അപ്പോസ്തലനായ പത്രോസ് ആദിമ സഭയിലെ ഉള്ളതായ വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അവർ അധികം വിശുദ്ധിയുള്ളവരായിരിക്കണം. കാരണം നീറോയുടെ നേതൃത്വത്തിലുള്ളതായ വലിയ ഉപദ്രവം സഭയ്ക്ക് നേരിടാൻ പോകുന്നത് കൊണ്ട് സഭ ഒരുക്കമുള്ളതായിരിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. प्रेरित पत्रोस ने ऐसी मंडली को चेतावनी दी. नीरो बादशाह ने हमारा मंडली को तोड़ फोड़ कर इसकी मतलब विश्वास से रहित होने के लिए रास्ता बना रहा है. इसी की बारे में प्रेरित पत्रोस ने मंडली को कहने लगा. ജനം ദൈവത്തെ അല്ല ആരാധിക്കാനുള്ളത്, രാജാവിനെ അത്രേ ആരാധിക്കേണ്ടത്. അതത്രേ പണ്ട് മുതലുള്ളതായ ഭരണകൂടങ്ങളുടേതായ ആവശ്യം. तो लोग मसीह की शब्द ना सुने, जो भाषा राजाओं को सेवा करना वो अनिवार्य है कहकर उन्होंने आज्ञा दी. ദാനിയേലിന് നേരിട്ടതായ പ്രതിസന്ധി അതായിരുന്നു. दानियल ने ये प्रश्नों से गुजरना पड़ा. यही प्रश्न थे. നോർത്ത് കൊറിയയിലെ പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തെയാണ് ജനങ്ങൾ ആരാധിക്കേണ്ടത്. नॉर्थ कोरिया की अधिकारी भाषा ने यह बात कहते हैं, उन्हीं को पूजा आराधना करो. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലും അത് തന്നെയാണ് നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ആവശ്യം. चाइना में भी यही आज्ञा है, उनको अधिकारियों को आज्ञा माने और आराधना करे. കാലാകാലങ്ങളിലെ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഭരണകൂടങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. दिनम प्रति समय की पंची समय के साथ अनेक राजाओं ने इसी प्रकार की आज्ञा दी. സഭയുടെ നാഥനായ യേശുക്രിസ്തു ഇങ്ങനെ പ്രഖ്യാപിച്ചു, പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കയില്ല എന്ന്. और मसीह हमारा मंडली की स्वामी है. इसी कारण में मसीह की वाणी यही है, अधो लोगों की कुंजी मसीह की हाथ में है. इसी कारण में विजय ना पाएंगे. ബുദ്ധിജീവികൾ പലതരത്തിലുള്ളതായ ചിന്തകൾ മുമ്പോട്ട് കൊണ്ടുവരികയും പ്രത്യയ ശാസ്ത്രങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ആശയപരമായിട്ട് സഭയുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. बुद्धिमानों ने ऐसी प्रकार की कई प्रकार की योजना बनाता है और नए नए तौर पर उन्होंने उपदेश लाता है, उसके अंदर गिराना देता है. താൻ വിശ്വസിക്കുന്നതായ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ളതായ മുമ്പോട്ട് വരുന്നതായ ജനത്തെ പീഡിപ്പിക്കുന്നതായ ഒരവസ്ഥ ഇന്ന് മിക്ക രാജ്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. आजकल हम देखते हैं मसीह को आराधना नहीं करे, जिन्होंने प्रभुता करते हैं वो प्रभुओं को आराधना करने के लिए आमंत्रण देता है. സംഘടിതമായിട്ട് സഭയെ ആക്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और सब मिलकर अन्य जाति भक्ति से मसीह की स्तुति आराधना को तोड़ फोड़ करने के लिए आजकल दिनों में भाषाओं ने और प्रयोग करते हैं. പൈശാചിക ശക്തികൾ അലറി വിളിച്ചുകൊണ്ട് സഭയ്ക്ക് നേരെ വിശ്വാസികൾക്ക് നേരെ വരുന്നതായ കാഴ്ച ഇന്ന് എവിടെയും കാണുവാൻ കഴിയും.
आजकल दिनों में विश्वासियों को, मसीह को आराधना करने वालों को घेर लेने के लिए कई प्रकार की योजना के साथ ये हुकूमत करने वाले ने किया करता है। ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി വചനം പ്രഘോഷിക്കുന്നതായ അഭിഷിക്ത ദാസന്മാരെ പലപ്പോഴും അവരെ ഉന്മൂലനാശം ചെയ്യുന്നതിന് ശത്രു ശ്രമിക്കുന്നു. मसीह में इतने विश्वास किया, सच्चे और आत्मा में आराधना करने वालों को सताने के लिए कई प्रकार की योजना लोग बनाता है। ലോക ചരിത്രം മുതൽ അഥവാ കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിപ്പുറമായിട്ട് ലക്ഷക്കണക്കിന് വിശ്വാസ വീരന്മാരെ, വിശ്വാസികൾക്ക് നേതൃത്വം കൊടുത്തവരെയൊക്കെയും മൃത്യുവിന് അല്ലെങ്കിൽ അവരെ കൊല്ലുന്നതായ അവരെ മാർട്ടീഴ്സായിട്ട് മാറുകയുണ്ടായി. मसीह की मंडली शुरू किया, इसका अर्थ 2000 साल से लेकर मसीह के लोगों को सताने के लिए योजना बनाकर वो लोग जा रहा है। ഈ ആഴ്ചയിൽ തന്നെയും അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു സുവിശേഷൻ യൗവനക്കാരൻ അദ്ദേഹത്തെ വെടിയുതിർത്ത് കൊല്ലുകയുണ്ടായി. अमेरिका में, यूएसए में एक मसीह को आराधना करने वाला और अंगीकार करने वाले एक प्रमुख व्यक्ति को उन्होंने एक गोली मारकर सताया है। അമേരിക്കയിലെ യുവജനങ്ങളുടേതായ ഹൃദയം കവർന്നെടുത്തതായ ഒരു ശ്രേഷ്ഠ ദൈവദാസനായിരുന്നു അദ്ദേഹം. अमेरिका में अपने युवा व्यक्ति थे और जवानियों की मन को अंगीकार कर और विश्वास योग्य रहकर स्वीकार योग्य व्यक्ति थे वो भाई. അതെ, യുവജനങ്ങളെ നേടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദൗത്യം വിജയിച്ചു എന്നർത്ഥം. जवानियों को मसीह की ओर लाएगा तो हमारा प्रयत्न सफल हो जाता है. അതെ, വഴിതെറ്റി അലയുന്നതായ പലവിധമായിട്ടുള്ളതായ തെറ്റായ ചിന്തകളില് അകപ്പെട്ടു പോയ യുവജനങ്ങളെ രക്ഷിക്കുന്നതിന് അവരെ അഭിസംബോധന ചെയ്യുന്നതിന് അസുലഭമായ ഒരു ഭാഗ്യവും ദൈവകൃപയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. और टेढ़ी मेढ़ी पीढ़ियों में से लोगों को चुन लेकर मसीह में रहने के लिए उनको योग्य बनाकर सेवकाई में जवानों का हृदय को खींचा हुआ एक अच्छे परम व्यक्ति थे वो मरा हुआ व्यक्ति. അനേകം സർവകലാശാലകളില് അദ്ദേഹം ഒരു തരംഗമായി മാറി. और वैज्ञानिक पढ़ाई के स्थान में उन्होंने ऐसे प्रकार सेवकाई में आगे दौड़ रहे थे. വലിയ സ്വാധീനമുള്ളതായ ഒരു മനുഷ്യൻ. और लोगों का हृदय को खींचने वाले एक महान व्यक्ति थे. തന്റെ ശുശ്രൂഷയുടെ ആരംഭമായപ്പോൾ തന്നെ ശത്രു അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു. उसका सेवकाई का शुरुआत समय में उनका हत्या कर दिया है. ഇതുകൊണ്ടൊന്നും ദൈവസഭയെ തളർത്തുവാൻ ആർക്കും കഴിയുകയില്ല. ये 2 या 3 लोगों को सताएगा तो मंडली को बुझा नहीं सकता है. നീറോയുടെ കാലത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കുകയുണ്ടായി, പീഡിപ്പിക്കുകയുണ്ടായി. नीरो बादशाह की प्रभुता करने का समय बहुत सारे लोगों को सताने के लिए हाथ लंबा किया है. ഈ കാലഘട്ടത്തിലും നമുക്കത് തന്നെ ലോകത്തെവിടെയും കാണുവാൻ കഴിയും. यही स्थिति में दुनिया में कोने कोने तक वो देख सकता है. ഒരുപക്ഷെ നിങ്ങളെ ശാരീരികമായിട്ട് കൊല്ലുവാൻ ശത്രുവിന് കഴിയുമായിരിക്കും, എങ്കിലും നിങ്ങളെ ആത്മാവിനെ തൊടുവാൻ കഴിയില്ല എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിച്ചു. यीशु मसीह ने हमें ये बात चेतावनी दी. हमारा शरीर को शायद उन्होंने सताए लेकिन आत्मा और प्राण को छू नहीं सकते हैं. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലോകത്ത് എവിടെയും നമുക്ക് സഭയെ ആക്രമിക്കുന്നതായ വ്യക്തികളെ കാണുവാൻ കഴിയും. इसे कारण में दुनिया की कोने कोने तक हमारा मसीह की लोगों को सताते हैं लेकिन जीते हैं लोग.
യേശുക്രിസ്തുവിന്റെയും സുവിശേഷ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും യേശുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചു. यीशु मसीह की वाणी को सताने के लिए, निकालने के लिए शैतान ने बहुत प्रकार की योजना बनाया था. ഇസ്രായേൽ ജനത്തെ ഭൂമുഖത്തു നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അനവധി രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. इस्राएलियों को ये भूमि से हटाने के लिए, उनकी नाम आगे रखने के लिए और हो नहीं सकता, लेकिन उन्होंने सताने के लिए प्रयत्न करते हैं. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും അല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷത്തിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ സഭയെയും ദൈവമക്കളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതായ അനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. आज के दिनों में हमारा सिर उठाकर हम देखें, मसीह के लिए अच्छे सेवकाई करे और अच्छे सुसमाचार सुनाए और कई प्रकार की चैरिटी वर्क करने वाले हैं ईसाई लोग. സത്യം അറിയുവാൻ തക്കവണ്ണം, അവരുടെ ആത്മക്കണ്ണ് തുറക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. सच्चाई दिखाने के लिए, देखने के लिए, उन्हीं की, इसका अर्थ प्रभुता करने वालों की आंख खोलने के लिए हम उन्हीं के लिए प्रार्थना करें. എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നതായ ഒരു ഹൈന്ദവനായ പ്രൊഫസർ ഉണ്ടായിരുന്നു. परमेश्वर की दास के साथ सेवकाई काम किया हुआ एक हिंदू व्यक्ति थे. എന്നാൽ അദ്ദേഹം ടി വിയിലൂടെയും മറ്റുമൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നതായ അനേകം പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം इतने अच्छे नौकर का काम करते हैं, लेकिन और टीवी या और इंटरनेट की ओर से कई प्रकार के सुसमाचार की घोषणा जागते हुए देखते रहने वाले थे. ദൈവത്തിന്റെ ദാസന്മാരിലൂടെ കേൾക്കുന്നതായ ദൈവവചനം അദ്ദേഹത്തിന് വളരെയധികം ഉത്സാഹമുണ്ടാക്കി എന്ന് എന്നോട് പറയുകയുണ്ടായി. और परमेश्वर की दासों के द्वारा सुनता हुआ वचन और ये व्यक्ति को बहुत उत्साहित किया. ये बात परमेश्वर के दास के साथ बातचीत की है. അതെ, വിഷണ്ണരായിരിക്കുന്നതായ, നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതായ, ഉണർവ് നൽകുന്നതായ സന്ദേശങ്ങൾ അത്രേ ദൈവത്തിന്റെ വചനം. और निराशा में हो, दुखित हो, खेदित हो रहने वाले वो व्यक्ति को सुसमाचार की घोषणा बहुत आशा देता है. തുറന്ന മനസ്സോടുകൂടി ദൈവവചനം ശ്രദ്ധിക്കുന്നതായ അനേകം നല്ല മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. अच्छे खोलते हुए, खुली हुई हृदय के साथ परमेश्वर की वचन सुनने वाले बहुत सारे लोग हैं. ഈ ദൈവവചനം മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകുന്നത്. ये परमेश्वर के वचन, धर्मशास्त्र मनुष्य की मनभावनी को खोलकर रखने वाले हैं. അതുകൊണ്ട് സാത്താന്റെ സ്വാധീനത്തിലായിരിക്കുന്നത് അനേകം വ്യക്തികള്, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർ ഈ നാളുകളിലും ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു. और शैतान के काम कार्यों के कारण बहुत सारे परमेश्वर के पवित्र लोगों को सताते हैं. उनका वचन इनकार करने के लिए उन्होंने लोगों को बता रहा है. ഉൽപ്പത്തി പുസ്തകത്തില് 3-ാം അധ്യായം 15-ാം വാക്യത്തില് സ്ത്രീയുടെ സന്തതിയിലൂടെയുള്ളതായ വിടുതലിനെ കുറിച്ച് ദൈവം ഉറപ്പ് തരുന്നു. और उत्पत्ति नबी की पुस्तक 3 अध्याय में एक स्त्री की संतान के बारे में वहां पर कहा जाता है. സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. स्त्री की संतान शैतान का सुर को कुचल डालेंगे. അതുകൊണ്ട് സ്ത്രീയുടെ സന്തതിയെ ഇല്ലായ്മ ചെയ്യുവാനൊക്കെ വേണം ആദ്യം മുതൽ സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. इसे कारण में स्त्री की संतान, इसके अर्थ यीशु मसीह, उनको सताने के लिए रास्ता बनाते ही रहते थे. സാത്താന്റെ തലയെ തകർക്കുന്നതായ ആ സ്ത്രീയുടെ സന്തതിയെ തടയുവാൻ തക്കവണ്ണം ഒന്നാമതായിട്ട് ഹാബേലിനെ കൊന്നു. स्त्री की संतान को सताने के लिए रास्ता योजना के आधार पर
प्रथम व्यक्ति थे हाबेल को सताया है। സാത്താൻ വിചാരിച്ചു ഹാബേലിലൂടെ അത്രേ ദൈവം സാത്താന്റെ തലയെ തകർക്കുവാൻ പോകുന്നത് എന്ന്. और शैतान ने ऐसी योजना बनाया, ये हाबेल के द्वारा मसीह जन्मेंगे, इसी कारण में हाबेल को सताया है. പിന്നെയും അടിമത്തിൻ കീഴിലായിരുന്നതായ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ വെച്ച് കഠിനമായിട്ടുള്ള ഊഴിയ വേലയിലൂടെ അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. गुलामी होकर गुलाम करते हुए इस्राएलियों को मिस्र देश में सताने के लिए योजना बनाया था. ദൈവം തിരഞ്ഞെടുത്തതായ മോശയിലൂടെ ദൈവജനത്തെ വെടിവെക്കുന്ന ആ പദ്ധതിയെ തകർക്കുവാൻ തക്കവണ്ണം 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. 2 वर्ष के नीचे कितने लड़के हो, वो उसको सताने के लिए राजा ने उनको आज्ञा दी. എന്നാൽ ദൈവം വെള്ളത്തിൽ നിന്നും മോശയെ വലിച്ചെടുത്തു. और यहोवा परमेश्वर ने मूसा को पानी में से खींच लिया. യേശുവും ശിഷ്യന്മാരും ഗലീല കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കപ്പൽ ആ ബോട്ട് മുങ്ങുമാറാകത്തക്ക രീതിയിലുള്ളതായ കൊടുങ്കാറ്റുണ്ടായി. यीशु मसीह शेरों के साथ पार जा रहा है, तब बड़ा आधी तूफान के साथ ये जहाज डुबाने के लिए शैतान योजना बनाया था. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ദൈവവേലയിലായിരുന്നപ്പോൾ മലയുടെ മുകളിൽ വെച്ച് യേശുവിനെ തള്ളിയിടുവാൻ തക്കവണ്ണം ശത്രുക്കൾ ശ്രമിച്ചു. यीशु और उनका शिष्यों का साथ बड़ा पहाड़ की चोटी पर था, तब वहां से नीचे गिराकर उनको सताने के लिए योजना बनाया था. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ക്രൈസ്തവരെ അതിക്രൂരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു. अफ्रीका और विविध स्थानों में, राज्यों में ईसाइयों को सताने के लिए शैतान ने काम कर रहा है. ആഫ്രിക്കയിലെ ഒരു രാജ്യത്തില് കഴിഞ്ഞ ആഴ്ചയില് 7 ക്രിസ്ത്യാനികളുടേതായ ശവം അല്ലെങ്കിൽ അവരുടേതായ മൃതദേഹം സംസ്കരിക്കുന്ന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ കടന്നു വന്ന് അവിടെ കൂടിയതായ 70-ലധികം വിശ്വാസികളെ, ബന്ധുക്കളെ കൊന്നുകളഞ്ഞു. और अफ्रीका में एक व्यक्ति को दबाने के लिए सेवकाई कर रहा था, तब ये शत्रुओं ने आकर 70 लोगों को सताया. അന്ധകാര യുഗത്തിലും ദൈവവചനം വായിക്കുന്നതിന് ദൈവവചനം ലഭ്യമല്ലായിരുന്നു. उसी समय में परमेश्वर की वचन पढ़ने के लिए अवसर, अनुमति नहीं दे. അന്ത്യകാലത്ത്, മഹാപീഡനകാലത്ത് ആന്റി ക്രൈസ്റ്റിലൂടെ സാത്താനെ ആരാധിക്കുവാൻ തക്കവണ്ണം പിശാച് വളരെ പീഡനങ്ങൾ കൊണ്ടുവരും എന്ന് നാം വായിക്കുന്നു. अंतिम समयों में शैतान ने ऐसे काम करते हैं, पीड़ा देता है, मसीह में से उन्होंने रहित होने के लिए योजना बना रखा है. ഈ ശത്രുവിൽ നിന്നും രക്ഷ നേടുവാൻ തക്കവണ്ണം നമുക്ക് യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അഭയത്തിന് വേണ്ടി ഓടി ചെല്ലാം. ये शत्रुओं की वश में से रक्षा करने के लिए, मिलने के लिए हम यीशु मसीह में हमारा अभय स्थान रहना आवश्यकता है. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. अपने आप को मसीह के सामने हमारा सिर झुकाए. പത്രോസ് അവിടെയുള്ളതായ ജനങ്ങളോട് പറഞ്ഞത് 1 പത്രോസ് 1:14-15-16 വാക്യങ്ങൾ. पहले पत्रोस पहले अध्याय 16वां और 17वां पद में ये वचन दिया है. അദ്ദേഹം പറയുന്നത്, അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ചവന് വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. और पहले पत्रोस पहले अध्याय की 16वां 17वां पद में दिया, क्योंकि जब हमने तुम्हें अपने प्रभु यीशु मसीह की सामर्थ्य का और आगमन का समाचार दिया था, तो वह चतुराई से गढ़ी हुई कहानियों का अनुकरण नहीं था, वरनु
हमने आपको ही उसके प्रताप को देखा था। ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. मसीह ने यह बात की, मैं पवित्रताई में है पवित्र हूं, आप भी पवित्रताई में रहे. അതെ, നാം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം പഴയ മോഹങ്ങളുടെ പിന്നാലെ പോകുവാൻ പാടില്ല, വിശുദ്ധിയോട് ജീവിക്കണമെന്നത്രേ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. यीशु मसीह में आए हुए पवित्र लोग पुराना सिखावत, पुराना बात को स्मरण करते हुए आगे जाना नहीं, नए सिरे से जन्म पाकर मसीह की ओर देखे जीवन बिताए. നാം ഓരോരുത്തരും അനുസരണമുള്ള മക്കളായി എല്ലാ തപ്പിലും വിശുദ്ധരാകുവാൻ പത്രോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. पत्रोस ने एक चेतावनी देता है और उनका आज्ञा मानने के लिए, मानते हुए और मसीह की शब्द को खा लगाना उचित बात है. ശത്രുവായ സാത്താന് പല പേരുകളുണ്ട്. शैतान को कई प्रकार की नाम दिया गया है. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ മഹാസർപ്പം എന്ന് പറയുന്നു. और प्रकाशित वाक्य 3रा अध्याय में महासर्प के बारे में बताया 12-ാം അധ്യായം 9-ാം വാക്യത്തിലെ പഴയ പാമ്പ് എന്ന് എഴുതിയിരിക്കുന്നു. 12वां अध्याय 9वां पद में पुराना सर्प के बारे में बताया है. 12-ാം അധ്യായം 10-ാം വാക്യത്തില് അപവാദി, ദി അക്യൂസർ എന്ന് എഴുതിയിരിക്കുന്നു. और प्रकाशित वाक्य 12वां अध्याय 10वां पद में फिर मैंने स्वर्ग से एक बड़ा शब्द आते हुए सुना, अब हमारा परमेश्वर का उद्धार और सामर्थ्य और राज्य की उसके मसीह का अधिकार प्रकट हुआ है. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, അന്ധകാര ലോകാധിപതികൾ എന്ന്. एफेसियों की पत्री में यूं लिखा है, अंधकार की ताकत. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ളതായ പല ഗവൺമെന്റ് നയിക്കുന്നതായ വ്യക്തികളെയും പിശാച് സ്വാധീനിക്കുന്നു. मैं कहने की अर्थ यही है, ये दुनिया में प्रभुता करने वाले लोगों ने लोगों को बीच में, विश्वासियों का बीच भटकाने के लिए उन्होंने योजना बनाता है. പല രാജ്യങ്ങളിലും ഗവൺമെന്റിനെ നയിക്കുന്നത് ദുഷ്ടഹൃദയമുള്ളതായ വ്യക്തികൾ എത്ര. और दुनिया में हम देखेगा कोई किसी भी हो, हर जगहों में शैतान की सामर्थ्य से प्रभुता करते हैं. എളിയവരായ ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ അവർ മാറി നിൽക്കും, അവര് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കും. इस्राएल यहोवा परमेश्वर की संतानों को, मसीह को आज्ञा मानने वालों को सताते हैं जो लोग आंख बंद करते हैं. അതുകൊണ്ട് നാം നോക്കുമ്പോൾ ലോക നേതാക്കളെയും സാത്താൻ സ്വാധീനിക്കുന്നു. इसी कारण में हम देखे दुनिया की लोगों को और उन्होंने अंगीकार करते हैं. ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ തക്കമുള്ളതായ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു. मसीह में विश्वास करने वालों को पीड़ित करने के लिए कई प्रकार की नियम लाता है. അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ऐसा ही समय में हम जीवन बिताते हैं. മഹാപീഡന കാലത്ത് ഇത് അതിന്റെ പാരമ്യതയിൽ എത്തിച്ചേരും. महापीड़ित समय में शैतान की आंदोलन इतनी मूर्छित है, उसी समय में मसीह की लोगों को प्रभु ने छुपा देंगे. അതുകൊണ്ടത്രേ വചനം പറയും, അന്ധകാര ലോകാധിപതികളെ നമുക്ക് ദൈവജനത്തിന് എതിരായി നിൽക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. अंधकार की दुनिया की अधिपति वो शैतान की कामों को बुझाने के लिए हम प्रार्थना में लवलिन रहना. എന്നാൽ ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കാം. यीशु मसीह हमारे लिए क्या किया है हम देखेंगे. നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തം ദൈവജനത്തിന് ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കുന്നു. मसीह की लोहू
मसीह के लोगों को संरक्षण कर देता है। യേശുക്രിസ്തുവിന് ചൊരിഞ്ഞതായ രക്തത്തിലൂടെ ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മുടെ അവകാശത്തെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയും. यीशु मसीह ने काल्वरी क्रूस पर रक्त बहाया, वो रक्त के द्वारा हमें घेर लेते हैं, सुरक्षित कर देते हैं। പഴയ നിയമ കാലത്ത് അവർ യാഗം കഴിക്കുന്നതായ ആടിനെ, ഊനമില്ലാത്തതായ ആടിനെ അത്ര യാഗം കഴിച്ചത്. पुराना नियम में हम देखते हैं बलि चढ़ाते हैं और अच्छे वस्तुओं को बलि चढ़ाया था। എന്നാൽ യേശുക്രിസ്തുവിനെ പല കോടതികളിലും വിസ്തരിച്ച് ഇവനിൽ യാതൊരു പാപവും കാണുന്നില്ല എന്ന് പ്രഖ്യാപനമുണ്ടായി. वहां पर हम पाया जाता है यीशु मसीह में कई कोर्ट में उन्होंने विचारणा दी, लेकिन उन्होंने कहा है इसमें कुछ और कठिन बात है ही नहीं है। ലോക സ്ഥാപനത്തിന് മുമ്പേ മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ അറുക്കപ്പെട്ടതായ കുഞ്ഞാടത്രേ യേശുക്രിസ്തു. भूमि को नेव डालने की पहले यहोवा परमेश्वर ने योजना बनाया, मसीह एक मेमना की नाई पृथ्वी पर आए और मानव जातियों के लिए रक्त बहाएंगे। പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു തന്റെ രക്തം ചൊരിഞ്ഞു. पाप और अपराधों में से छुटकारा देने के लिए मसीह ने उनका रक्त बहाया है। അഥവാ യേശു തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. यीशु मसीह उनका जीवन हमारे लिए अर्पित किया है। ജീവൻ വസിക്കുന്നത് രക്തത്തിലാണല്ലോ. ये रक्त में जीवन है। യേശു തന്റെ ജീവൻ നൽകി അത്രേ നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത്. यीशु मसीह ने अपने आप की जीवन दिया, जीवन देते हुए हम सबों को उद्धार दिया है। യേശു ക്രിസ്തു അങ്ങനെ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും നീക്കുപോക്ക് നൽകി നമ്മെ നിത്യജീവൻ അവകാശികളായി തീർത്തു. यीशु मसीह ने अपने आप को कुर्बान करते हुए पाप और अपराध में गिरे हुए व्यक्तियों को, बहिष्कारत मैं और आपको उद्धार दिया, मसीह के लिए जिए। നമുക്ക് വേണ്ടി ജീവൻ നൽകിയതായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ 52-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. हमारे लिए जीवन दिया देने के लिए आने वाला मसीह के बारे में യെശയ്യാ ഭവിഷ്യവക്താ 52 അധ്യായം में लिखा गया है। അദ്ദേഹം പറയുന്നത്, കണ്ടാൽ ആളറിയാത്ത രീതിയിൽ, ബിയോണ്ട് റെക്കഗ്നീഷൻ, തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ അത്രയും യേശുവിനെ വിരൂപമാക്കി എന്നത്രേ. हमारा यीशु मसीह मनुष्य है, लेकिन उन्होंने शैतान की कोप में, क्रोध में, वही ने उनका शरीर को पीड़ित की। देखेगा तो ये मनुष्य नहीं, इतना भी शरीर को तोड़ फोड़ की है। യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീരുകയും തന്നെത്താൻ അത് മരിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്തു. यीशु मसीह ने हमारे लिए उनका क्रोध की झंडा पकड़ा है और मसीह अपने आप को कुर्बान कर कर हमें विजय रक्षा दिया है। ഇസ്രായേൽ ജനങ്ങള് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പായിട്ട് 10ാമത്തെ ബാധയായിട്ട് ദൈവം അയച്ചതായ കടിഞ്ഞൂൽ സന്താനങ്ങളെ കൊല്ലുന്നതായ ആ ബാധ വരുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും അവരുടെ വീടുകളുടേതായ കട്ടളപ്പടിമേൽ കുഞ്ഞാടിന്റെ രക്തം തളിക്കുവാൻ ആവശ്യപ്പെട്ടു. इस्राएलियों को ये चेतावनी दी, एक एक घर में एक एक मेमना को काटकर उनका रक्त, इसका अर्थ शैतान इस्राएलियों को उनका घर में आना नहीं, शत्रुओं के घर में आने के लिए अनुमति की निशानी होकर मेमना का रक्त दरवाजा पर लगाने के लिए चेतावनी दिया है। കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ആ വീടുകളിൽ കയറാതെ കടന്നു പോകും. मेमना की लोग दरवाजा पर देखा है, संहार करने के लिए, सत्यानाश करने के लिए, सताने के लिए आते, दूध होने,
वो रक्त की चिन्ह देखता वो घर छोड़कर दूसरा घर में जाते हैं. അങ്ങനെ നമ്മുടെ ആത്മാവിൽ യേശുവിന്റെ രക്തത്തിന്റെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി രക്തം നമുക്ക് അപ്ലൈ ചെയ്യും, വിശ്വാസത്താൽ അപ്ലൈ ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ സംഹാരദൂതൻ നിന്റെ അടുക്കൽ വരികയില്ല. और नाश करने के लिए, संहार करने के लिए शत्रुओं ने आते हैं. यहां पर हम पाया जाता है मसीह की लोग एक बूंद हमारे पर गिरा दिया गया तो शैतान हमें देख नहीं सकते हैं. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളം വഹിക്കുന്നതായ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. यीशु मसीह की रक्त की चिन्ह पाया हुआ, सहजा हुआ परमेश्वर के लोगों के लिए मैं मसीह को धन्यवाद देता हूं. അങ്ങനെയുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് സാത്താൻ വരികയാണെങ്കിൽ സാത്താന് അവിടെ നിൽക്കുവാൻ കഴിയില്ല. ऐसे हुए व्यक्तियों को घेर लेने के लिए शैतान आएगा तो शैतान हमारा सामने खड़ा हो नहीं सकता है. രക്തത്തിന്റെ അടയാളമുള്ളതായ ഒരു ദൈവവൈതലിന്റെ അടുക്കലേക്ക് ഒരു കുട്ടി സാത്താൻ വരികയാണെങ്കിൽ അവൻ കത്തിക്കരിഞ്ഞു പോകും. एक शैतान ने मसीह को पाए हुए लोगों का साथ आएगा तो उन्होंने आग में जल जाते हैं. അതുകൊണ്ട് കുട്ടി സാത്താന്മാർ അങ്ങനെ ദൈവമക്കളുടെ അടുക്കലേക്ക് വരുന്നത് പിന്നെ മൂത്ത സാത്താൻ കാണുകയാണെങ്കിൽ അയ്യോ നീ അങ്ങോട്ട് പോകരുത്, അപകടമെന്ന് വിളിച്ചു പറയും. शैतान भी यही बात कहेंगे, वो मसीही लोग हैं, उनका सामने जाएगा तो जल जाएंगे, तो उनको छोड़कर दूसरे भाग जाओ. ഒരു ദൈവ പൈതലിനെ യേശുവിന്റെ രക്തത്താൽ മുദ്ര പ്രാപിച്ചതായ ഒരു വ്യക്തിയെ ലോകത്തിലെ ഒരു ശക്തിക്കും നശിപ്പിക്കുവാൻ കഴിയില്ല. यीशु मसीह की रक्त के द्वारा मसीह को अपनाया हुआ लोगों को दुनिया में कोई शक्ति सामर्थ्य को ढांप नहीं सकते हैं. ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിന്റെ അടിമത്തിലായിരിക്കുമ്പോൾ അത് സംഹാരദൂതൻ വരുന്നതായ സന്ദർഭത്തിൽ ചില വീടുകളില് അവിടെ മരണം സംഭവിക്കുന്നു. അവിടെയുള്ളതായ വീടുകളിൽ നിലവിളി ഉയരുന്നു. मसीह सिवा रहने वाले, इसका मतलब रक्त के चिन्ह ना है, वो घर में शैतान ने आते हैं, दूसरे दूतों ने आते हैं, उनको पगले उठे बैठे सताते हैं. അപ്പോൾ രക്തത്തിന്റെ അടയാളമുള്ളതായ ഭവനങ്ങളില് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, അവിടെ നിലവിളിയില്ല. रक्त के चिन्ह है जिन घर में, वहां पर शांति है और अनुग्रह भी होता है. അപ്പോൾ രണ്ട് വീടുകൾ, രക്തത്തിന്റെ മുദ്രയേറ്റതായ ഒരു വീടും രക്തത്തിന്റെ മുദ്ര ഇല്ലാത്തതായ ഒരു വീടും അടുത്തടുത്തുണ്ടെന്ന് വിചാരിക്കുക. हम कल्पना करें और मेमना की रक्त की वो चिन्ह लगाया हुआ एक घर और दूसरा घर है चिन्ह नहीं है. കുഞ്ഞാടിന്റെ രക്തമുള്ളതായ വീട്ടിൽ സംഹാരദൂതൻ വരാത്തത് കൊണ്ട് അവിടെ മരണമില്ല. എന്നാൽ മറ്റു വീട്ടില് മരണം സംഭവിക്കുകയും അവിടെ നിലവിളി ഉണ്ടാവുകയും ചെയ്യും. मेमना की रक्त जिन घर में है शांतिपूर्व उन्होंने रहते हैं, ये रक्त के चिन्ह नहीं है, वो घर में अशांति है और मृत्यु भी है. കുഞ്ഞാടിന്റെ രക്തമുള്ളതായ ഭവനങ്ങളിലും ദൈവികമായിട്ടുള്ള സംരക്ഷണയുണ്ട്. मसीह के रक्त चिन्ह लगाया हुआ वो घर में मसीह उन्होंने सुरक्षित कर देते हैं. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ പിതാവിനോട് ചോദിക്കും, എന്താണ് അയൽ വീട്ടിൽ വലിയ നിലവിളി ഉണ്ടാകുന്നു, മരണം ഉണ്ടാകുന്നു, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന്. और मसीह की रक्त चिन्ह लगाया हुआ घर की बालकों ने पूछताछ करते हैं, हमारा घर में ऐसी रोनाहट नहीं, लेकिन पड़ोसी के घर में इतनी रोनाहट है, इसके कारण क्या है? അപ്പോൾ പിതാവ് ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും, നമ്മുടെ വീടിന്റെ കട്ടളപ്പടിമേൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിരിക്കുന്നത് കൊണ്ട് അത്രേ സംഹാരദൂതൻ നമ്മുടെ ഭവനം കടന്നു പോയത് എന്ന്. माता पिताओं ने ये पूछताछ करने वाले के बालकों को यही बात कहते हैं, हमारा घर की
रेवड़ी में और दरवाजाओं में मेमना की रक्त की चिन्ह लगाया। इसी कारण में हमारा घर से और ये अधर्म दूसरा घर की ओर गई है। അന്തിമമായിട്ടുള്ളതായ പ്ലേഗ് അത് അയച്ചപ്പോൾ ഫറവോന്റെ മനസ്സ് മാറി. അവൻ മോശയോട് പറഞ്ഞു, നിങ്ങൾ ഈ ജനത്തെയും കൊണ്ട് ആരാധിപ്പാൻ പൊയ്ക്കൊള്ളുവാൻ. और मसीह की लोगों को सताने के लिए आए हुए वो व्यक्तियों ने अन्य घरों में, इसकी मतलब मसीह को अंगीकार नहीं करते हैं, वो घरों में सताते हैं, रोनाहट और पीड़ित होते हैं। പ്രിയരെ, നമുക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കേണ്ടതായ ആവശ്യമുണ്ട്. प्यारो, हमारा मसीह का गवाह बनना हमारा आवश्यकता है। അതെ, രക്ഷയുടെ അനുഭവത്തിലായിത്തീർന്നതായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഒരു വ്യക്തിക്ക് ഈ ലോകത്തോട് ഒരു സന്ദേശമുണ്ട്. यीशु मसीह को अपनाया, ग्रहण किया, एक एक व्यक्तियों को, प्रत्येकों को यीशु मसीह के बारे में एक अच्छे संदेश होता है। ദൈവവേലയിലായിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു സാക്ഷ്യമുള്ളത് കൊണ്ട്, ഒരു സന്ദേശമുള്ളത് കൊണ്ട് ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. यीशु मसीह को अपनाया हुआ सारे विश्वासी गणों, आपके बारे में प्रभु को बड़ा योजना है, इसके प्रति मैं मसीह को धन्यवाद देता हूं। ജോൺ വെസ്ലി ഒരിക്കൽ താൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി യാത്രയിലായിരുന്നു. जॉन वेस्ली नामक एक प्रचारक यात्रा में थे। ആ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ഒരു കള്ളൻ തന്നെ തടഞ്ഞു നിർത്തുകയുണ്ടായി. एक डाकू ने, चोर ने एक जगह पर उनका रुका दिया है। ആ കാലഘട്ടത്തിൽ അവർ യാത്ര ചെയ്തത് കുതിരയുടെ പുറത്തായിരുന്നു. उसी समय में मुसाफिरी यात्रा घोड़ों के ऊपर है। തന്റെ കൈവശമുള്ളതായ ചില്ലറ നാണയങ്ങളെല്ലാം ആ കള്ളൻ അവൻ കവർന്നെടുത്തു. जॉन वेस्ली के हाथ में थोड़ा सा छुट्टा पैसा था, वो पैसा वो डाकुओं ने घेर लिया, उन्होंने अपनाया है। എന്നാൽ ആ കള്ളൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അവനോട് അവിടെ നിൽക്കുവാൻ പറഞ്ഞു. वो चोर ने जाने का पहले जॉन वेस्ली ने उनको बोला, रुक जाओ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടി കേട്ടിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. और मुझे को थोड़ा बात कहने के लिए वो सुनकर तुम जाओ। യേശു ക്രിസ്തുവിൻ്റെതായ രക്ഷയെക്കുറിച്ച് അദ്ദേഹം അവനെ അറിയിച്ചു. यीशु मसीह के द्वारा उद्धार है, ये बात उनको सुनाया। ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു മീറ്റിംഗിലായിരുന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. कई वर्षों के बाद में जॉन वेस्ली ने ऐसा वचन सुसमाचार की घोषणा करते ही समय ये डाकू भी वहां पर था। അദ്ദേഹം പറഞ്ഞതായ ആ സുവിശേഷം കേട്ട് അവൻ മാനസാന്തരപ്പെട്ട് ഇന്ന് ഒരു സഭയുടെ അംഗമായി തീർന്നിരിക്കുന്നു. और ये परमेश्वर के दास ने वचन दिया, वो वचन के द्वारा उद्धार पाया, वो व्यक्ति डाकू ने मंडली का एक सदस्य हो गया। യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ അത് സംസാരിക്കുന്നതായ രക്തമത്രേ. यीशु मसीह की रक्त के बारे में कहेगा तो वो बातचीत करते ही रहते हैं। എന്താണ് ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് ചോദിക്കുമ്പോൾ സകലവിധമായിട്ടുള്ളതായ ശാപങ്ങളിൽ നിന്നും ശാപങ്ങളെ ക്യാൻസൽ ചെയ്യുന്നത് അത്രേ യേശുവിന്റെ രക്തം. यीशु मसीह की रक्त की मूल्य यही है, परंपरागत में माता पिताओं की पाप अपराध के कारण, जो गुनाह के कारण श्रापित में है, श्रापित में है से यीशु मसीह की रक्त के द्वारा उद्धार हो जाता है। പൈശാചികമായ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരത്രേ. शैतान की बंधन से छुटकारा पाए हुए लोग हैं। പലവിധമായ ആസക്തികളിൽ നിന്നും മോചനം നേടിയവരത്രേ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ. कई प्रकार की ये शैतानिक आंदोलन से बचा हुआ लोग हैं ईसाई लोग। ഈ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് സൗഖ്യം കൊണ്ടുവരും. यीशु मसीह की रक्त पाप मिटाते हैं और चंगाई भी देता है.
വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. वचन में से ये वचन है, यीशु मसीह घोड़ा कार्य के कारण हमें चंगाई दी गई है। യേശു ക്രിസ്തുവിനെ ചട്ടവാർ കൊണ്ട് അടിച്ചപ്പോൾ യേശു നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ സൗഖ്യം വാങ്ങുകയായിരുന്നു. यीशु मसीह को घोड़ा मारा है, घोड़ा मारने से बहाया हुआ लोहू एक एक बिंदु हमारा पाप अपराध गुनाहों को मिटाने के लिए था। യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല. यीशु मसीह के बारे में जानकारी मिला, जो व्यक्ति कोई किसी काम कार्य से भयभीत होने का जरूरत नहीं है। യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചത് പാപക്ഷമയത്രേ. यीशु मसीह की रक्त के द्वारा हमें मिला है जो वही लोहू है। നമ്മുടെ ജീവിതത്തിലുണ്ടായതായ എല്ലാ ശാപങ്ങളെയും അത് യേശു റിവേഴ്സ് ചെയ്തു. यीशु मसीह की मृत्यु के द्वारा मसीह को अपनाए हुए लोगों का सारे अपराधों को मिटा दिया है। യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നും ദൈവമക്കൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. यीशु मसीह की रक्त आजकल दिनों में निरंतर बातचीत करते रहते हैं। നാം പാപത്തിനും ശാപത്തിനും അടിമകളല്ല, മറിച്ച് യേശു ക്രിസ്തുവിന്റെ ആ വംശാവലിയിൽ ആയിത്തീർന്നിരിക്കുന്നു. मैं और आप पाप की अपराध के गुनाहों के अंदर डामा हुआ व्यक्ति नहीं, यीशु मसीह की आत्मा के द्वारा जीवित पाए हुए लोग हैं। ദൈവമക്കൾക്ക് വേണ്ടി സകലവും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിർവഹിക്കുകയുണ്ടായി. मसीह के लोगों के लिए यीशु मसीह कालवरी सूली पर अपना जीवन त्याग की है। എന്നാൽ ഈ സാത്താനോട് നാം എതിർത്ത് നിൽക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ഒന്നത്രേ രക്തം, യേശുവിന്റെ രക്തം. पाप के शैतान के गुलाम में रहा हुआ स्थानों में से यीशु मसीह की रक्त के द्वारा हमको छुटकारा दिया है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. और धर्मशास्त्र में यही वचन दिया है, और अपवाद इसका मतलब दोष गुना की बातचीत करने वालों को गिरा दिया है। എന്താണ് നമ്മുടെ സഹോദരങ്ങളെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റപ്പെടുത്തുന്നതായ അപവാദിയെ തള്ളിക്കളഞ്ഞു. हमारा विश्वासीगणों को परमेश्वर की ओर वाद विवाद कर अपवाद करने वाले शैतान को गिरा दिया है। അതെ, സ്ത്രീയുടെ സന്തതി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് അത്ര. और वहां पर स्त्री की संतान कहला जाता है, यीशु मसीह की नाम है। അപ്പോ നമുക്ക് സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ വേണം ദൈവം നൽകിയിരിക്കുന്ന അത്രേ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതായ രക്തം. हमें मसीह का साथ मिलाने के लिए, जोड़ने के लिए मसीह ने दिया हुआ बात है उनका रक्त। വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. प्रकाशित वाक्य 12वां अध्याय उसका 11वां पद. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. वहां पर दिया वे मेमने के लोहू के कारण और अपनी गवाही के वचन के कारण उस पर जयवंत हुए, और उन्होंने अपने प्राण को प्रिय ना जाना, यहाँ तक कि मृत्यु भी सह ली. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതായ അത് ആ ജയം നാം പ്രാപിക്കുന്നത് യേശു ചൊരിഞ്ഞതായ രക്തത്താലും നമ്മുടെ ക്രിസ്തുവിനെ നാം സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ടും അത്രേ. प्रतिकूल परिस्थिति में हम जाते हैं मसीह के साथ जोड़ मिलाने के लिए, और प्रभु ने एक काम की, वो ही है हमारा यीशु मसीह की रक्त के द्वारा. യേശു ക്രിസ്തുവിനെ
നാം നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷീകരിക്കുക, അതിലൂടെ നമുക്ക് സാത്താന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയും. यीशु मसीह के द्वारा, उनका रक्त के द्वारा यीशु को अपनाएगा तो शैतान को ढांढते हैं और ईसाई लोग जीते हैं. ജയം എടുക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന മറ്റൊന്നാണ്, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നതുമില്ല. यहाँ पर दिया है, मृत्यु तक अपना स्वयं जीवन को प्यार नहीं करते हैं. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു ജയജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ये वचनों से प्रभु मसीह हमें आशीष दिया है और एक जयवंत जीवन बिताने के लिए प्रभु हमें सहाय और मदद करे.